ഹായ് ഹലോ നമസ്കാരം. വിശ്വനാഥ് ആൻഡ് സൺസ് റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ഒരു മാസ് പരിവേഷമുള്ള ഒരു കഥാപാത്രം, ഇല്ലെങ്കിൽ ഒരു പെർഫോമറായിട്ടുള്ള സൂര്യ, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള ഫാൻസുകാരൊന്നും ഒരിക്കലും ഈ സിനിമ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. എനിക്ക് പേഴ്സണലി ഞാൻ കുറച്ച് വലിയ വെയിറ്റിംഗ് അല്ലെങ്കിലും കുറച്ച് കാത്തിരുന്നൊരു പടമാണ് വിശ്വനാഥൻ സൺസ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർ അറിയാലോ, അറ്റ്ലൂരിയാണ്, വെങ്കിട് അറ്റ്ലൂരിയാണ്, നമ്മുടെ ഡയറക്ടർ ഓഫ് ലക്കി ഭാസ്കറിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങാനായിട്ട് പോകുന്നുണ്ട്, വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതൊരു പക്ക ഒരു ഫാമിലി, ഒരു ഫീൽ ഗുഡ് കോമഡി സിനിമ എന്നൊക്കെ വേണം പറയാം. ആ ഒരു മൂഡാണ് ഇതിൽ വെങ്കി പിടിച്ചിരിക്കുന്നത്. ഇതിൽ ഡയലോഗ്സ്, പിന്നെ അദ്ദേഹത്തിൻ്റെ പല പടങ്ങളിലുള്ള സെയിം പരിപാടി. കാരണം ഒരു സീൻസിലൊക്കെ പെട്ടെന്ന് ഡയലോഗുകളായിരിക്കും, അത് ചറപ്ര എന്നുള്ള പരിപാടിയാണ്. അത് നമ്മൾ പക്ഷേ വെറുപ്പിക്കുന്നില്ല, ഭയങ്കരമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഓരോ സീക്വൻസ് എടുത്ത് പോകുന്നത്. എനിക്കിതിൽ പറയാനുള്ളത്, ഇതിൽ സൂര്യയുടെ ഈ സിനിമയിൽ, ഇതിപ്പോൾ സൂര്യ എന്ന് വേണ്ടത്, ഈ സിനിമ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ സൂര്യ ചെയ്യുമ്പോഴുള്ള ഒരു പ്രസൻസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പവറുണ്ട്. അദ്ദേഹം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണലി നമ്മളെ കണക്റ്റാക്കുന്ന ഒരു ശൈലിയുണ്ട് അദ്ദേഹത്തിൻ്റെ. അത് ഇതിൽ ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് കാണാൻ പറ്റി. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു സൂര്യയെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഭയങ്കര, ഈ വിശ്വനാഥ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു പേരാണ്, അച്ഛൻ കഥാപാത്രമാണ്. ആ അച്ഛൻ കഥാപാത്രവും പിന്നെ സൺസും, അതായത് സൂര്യയും, പിന്നെ സൂര്യയ്ക്ക് ഒരു മകനുണ്ട്. നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഒരുപാട് കഥകൾ വേറെയുണ്ട്, ഒരുപാട് കഥകൾ വേറെയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു 40+ 42 വയസ്സുള്ളൊരു ആളാണ്, ക്യാരക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് സഞ്ജു. അപ്പോൾ ഈ സഞ്ജു കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരനാച്ച ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ജീവിതമാണ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ കോടീശ്വരൻ, കോടാനുകോടികളുടെ ആസ്തിയുള്ള ആളാണ്. പ്രൈവറ്റ് ജെറ്റുണ്ട്. അദ്ദേഹം പല വിദേശ യാത്രകൾ പലപ്പോഴും നടത്താറുണ്ട്, പലതിന് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ ആ ഒരു ടെംപ്ലേറ്റ് നന്നായിട്ട് തന്നെ ഇതിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇങ്ങനെ ഒരു റിച്ച് ഫാമിലി, അതുപോലെ രാധിക ശരത് കുമാർ സൂര്യയുടെ അമ്മയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അവരുടെ ഇടയിലേക്കാണ് മമിത ബൈജുവിൻ്റെ ഒരു ക്യാരക്ടർ വരുന്നത്. എനിക്ക് തോന്നുന്നു മമിത ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടറും, ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ തന്നെ ഇത് സെയിം പരിപാടി, ഇതിലെന്ത് സെയിം പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്, യാതൊരു മാറ്റമില്ല. പക്ഷേ അതാ പറഞ്ഞാൽ അത് ഭയങ്കര, അതായത് ഓവർ ക്യൂട്ട്നെസ്, ഓവറായിട്ടുള്ള കൗണ്ടറുകൾ, പിന്നെ നമുക്കൊക്കെ അത് കയ്യടിയാണ് കേട്ടോ, കൗണ്ടറിനെ കയ്യടിയാണ്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ, ആ ഒരു മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ക്ലീനായിട്ട് മമിത ചെയ്തിട്ടുണ്ട്. പക്ക ക്ലീൻ ആയിട്ട്. കാരണം സൂര്യയെ പോലെയുള്ള ഒരു ആക്ടറുടെ മുമ്പിൽ, രാധികയെ പോലെയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ആക്ട്രസിന് മുമ്പിൽ രണ്ടുപേരുടെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ ചക്രശ്വാസം അടിക്കുന്നില്ല. പുള്ളിക്കാരത്തി പെർഫോം ചെയ്യുന്നത്. കാരണം അവരൊക്കെ നല്ല പൊട്ടൻഷ്യാലിറ്റി ഉള്ള, കൊമേഴ്ഷ്യലി വാല്യുബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിന് മുമ്പിൽ മമിത വളരെ സിമ്പിളായിട്ട് ഈ റോള് കൈകാര്യം ചെയ്തു. അത് ബോറാവേണ്ട സീനാണ്, പക്ഷേ പുള്ളിക്കാരത്തി ആയതുകൊണ്ട് ശ്രദ്ധയോടെ ഗംഭീരമായിട്ട് തന്നെ മമിത ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു പറയുകയാണ്, മമിതയ്ക്കാണ് ഈ സിനിമയിൽ സൂര്യയെക്കാട്ടിലും ഒരുപാട് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഉള്ളത്, അതുപോലെ തന്നെ കയ്യടികളും കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ല, സൂര്യയുടെ പല പരിപാടികൾ ഇതിൽ 2 ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല, ആദ്യത്തെ ആക്ഷൻ വെറുതെ വാരിക്കൂട്ടി ആക്ഷൻ ആയിപ്പോയി. രണ്ടാമത്തെ ആക്ഷൻ കിട്ടില്ലായിരുന്നു. ഒരു ആക്ഷൻ വെറുതെ ഫാൻസുകാർക്ക് വേണ്ടി കൊടുത്തായിരിക്കാം. ഇതിൽ അങ്ങനെ പോകുന്നൊരു പടം. അങ്ങനെ ഇവരുടെ ഇടയിൽ ഇവരുടെ ഫാമിലി, ഇവരുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക, കുറച്ച് സങ്കടങ്ങൾ, കുറച്ച് പരിഭവങ്ങൾ. ഒരു റിച്ച് ഫാമിലിയാണല്ലോ. അപ്പോൾ ഈ റിച്ച് ഫാമിലി എന്ന് പറയുമ്പോൾ ഭയങ്കര ലക്ഷറി പ്രീമിയം സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ അവിടെയുള്ള ചില ക്യാരക്ടറുകൾ പലപ്പോഴും പല പടത്തിൽ നമ്മളെ വെറുപ്പിക്കും. പ്രത്യേകിച്ച് ഈ തെലുഗു ടച്ചിൽ ഫിലിമൊക്കെ ആണെങ്കിൽ അവിടെയുള്ള ചില കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതൊന്നും അങ്ങനെ നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിലൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വെങ്കി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൽറ്റൂരി തന്നെയാണ് ഇതിൻ്റെ എഡിറ്റർ ആയിട്ടുള്ളൂ, നല്ല കിഡിലായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിമിഷ് രവി DOP, നല്ല കിഡിലും DOP ആട്ടോ. അപ്പോൾ പുള്ളി നമ്മുടെ നിമിഷ് രവി പുള്ളിക്കാരൻ കുറേ മലയാളം പടം എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ ഋഷാക്കും കുറിപ്പൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. പുള്ളിക്കാരൻ അവിടെ ചെന്നിട്ട് നൈസായിട്ട് പണിയിട്ടിട്ട് നല്ല അടിപൊളി, ഭയങ്കര ക്യൂട്ടാണ്. പടം കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് ഒരു ചൂടുള്ള പോപ്കോൺ എല്ലാം കഴിച്ച്, ഒരു ചൂടുള്ള ചായ കാപ്പിയെല്ലാം കുടിച്ച്, അല്ലെങ്കിൽ നല്ല തണുത്ത ഐസ്ക്രീം എല്ലാം കഴിച്ച് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ, കൈയടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഒരു ഫാമിലി മൂവിയാണ് ഈ സിനിമ. ഇതിലേക്ക് ബുദ്ധിമുട്ടുകൾ ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ അവിടെയുള്ള ഒരു വെഡ്ഡിങ് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് ക്രിഞ്ചി പരിപാടിയാണ്, പല പടത്തിലും കണ്ടതാണ്. പക്ഷേ അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അവിടെയാണ് സൂര്യ എന്നുള്ള ആക്ടറുടെ കഴിവ്. കാരണം പല സീൻസിലും, ബോറാവുന്ന സീൻസിലൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മെയ്വഴക്കത്തോട് കൂടിയിട്ടുള്ള പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു
ഒരു ലുക്ക്, വർക്ക്, ഡയലോഗ്സുകൾ, പ്രത്യേകിച്ച് ഇതിൽ അദ്ദേഹം ഇമോഷണൽ ആവുന്ന 1-2 സീനുണ്ട്. ഈ അമ്മയെന്നൊക്കെ കരയുന്ന സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ സീൻസിലൊക്കെ സൂര്യ ഇത് ഒരുപാട് ചെയ്തിട്ടില്ല. സൂര്യ കരഞ്ഞാൽ നമുക്കറിയാം ഉറപ്പാണ്. പക്ഷേ അദ്ദേഹത്തിന് വെക്കുന്ന ഷോട്ടുകൾ, സൂര്യ കരയുമ്പോൾ വെക്കുന്ന അത് എനിക്ക് തോന്നുന്നു 3 സീൻസ് ഉണ്ട്. ആ 3 സീനിൽ 2 ക്ലോസപ്പ് ഷോട്ടാണ്. ആ ക്ലോസപ്പ് ഷോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്യുകയാണ്. അതൊക്കെ എന്ത് രസമാണെന്ന് അറിയാം. അതാണ് സൂര്യയുടെ ഒരു കഴിവെന്ന് പറയുന്നത്. അത് മറ്റുള്ളവരൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ടോട്ടലി നോക്കുമ്പോൾ ഈ ഓണത്തിന് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഫസ്റ്റ് ചോയ്സ് ആയിരിക്കും നിങ്ങളുടെ ചോയ്സ് ആയിരിക്കും വിശ്വനാഥ് ആൻഡ് സൺസ്. ഓക്കെ, താങ്ക് യു.